IPL-യുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ്. കഴിഞ്ഞ പ്രാവശ്യം രോഹിത് ശർമ്മ നീക്കം ചെയ്താണ് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത്. എന്നാൽ ഇപ്പോൾ ആദ്യ മത്സരത്തിൽ പാണ്ഡ്യ കളിച്ചേക്കില്ല. കഴിഞ്ഞ വർഷം താരത്തിന് സ്ലോ റേറ്റിന്റെ പേരിൽ ഒരു മത്സരത്തിൽ വിലക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യ മാച്ചിൽ പാണ്ഡ്യയ്ക്ക് കളിക്കാൻ സാധിക്കില്ല. പുതിയൊരു ക്യാപ്റ്റനാണ് മുംബൈ ടീമിന്. അത് ആരായിരിക്കുമെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. രോഹിത് അല്ലെങ്കിൽ സൂര്യകുമാർ, ഇവരിൽ ഒരാളായിരിക്കും ആദ്യ മത്സരത്തിൽ മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ. രോഹിത് ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരണമെന്നാണ് ആരാധകരുടെ ആവശ്യം. അടുത്തൊരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. CSK ടീമിന്റെ എല്ലാം അത് ധോണിയാണ്. ധോണി കളിക്കളത്തിലുണ്ടെങ്കിൽ ചെന്നൈ ടീമിന് ഇരട്ടി ബലമാണ്. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം CSK ടീം പരിശീലന മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാച്ചിലെ ധോണിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ധോണിക്കെതിരെ പതിരാന യോർക്കർ എറിഞ്ഞു. ധോണി അത് സിക്സറിന് പറത്തിയാണ് പ്രതികാരം തീർത്തത്. പക്ഷെ പിന്നീട് പതിരാന ധോണിയുടെ വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു. 41 വയസ്സായിട്ടും ധോണിയുടെ ഫോമിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ധോണിയുടെ മാസ് ബാറ്റിംഗ് കണ്ട് ആരാധകർ ഞെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പതിരാന മികച്ച ബൗളിംഗ് നടത്തുന്നുണ്ട്. ചെന്നൈ പ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വരുന്നത്. ഈ സീസൺ ധോണിയുടെ ലാസ്റ്റ് IPL ആകുമെന്നും പറയപ്പെടുന്നുണ്ട്. അവസാനത്തെ അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. രാജസ്ഥാന്റെ നട്ടൽ അത് സഞ്ജുവാണ്. പക്ഷെ സഞ്ജുവിന് പരിക്കുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സഞ്ജു പരിശീലന ക്യാമ്പിൽ ജോയിൻ ചെയ്തത്. താരത്തിന് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ സഞ്ജുവിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളുണ്ട്. കീപ്പറാകാനുള്ള അനുമതി ഇതുവരെ BCCIൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് രാജസ്ഥാന്റെ ആദ്യ മത്സരത്തിൽ സഞ്ജു ആയിരിക്കില്ല കീപ്പർ. രാജസ്ഥാനെ പുതിയ കീപ്പറാണ്. അത് മറ്റാരുമല്ല ധ്രുവ് ജുറലാണ്. സഞ്ജുവിനെ ബാറ്റ് ചെയ്യാൻ യാതൊരു കുഴപ്പവുമില്ല. ഇത്തവണ സഞ്ജു ഓപ്പണിംഗിലാണ് ഇറങ്ങാൻ പോകുന്നത്. സഞ്ജുവിന്റെ പരിക്ക് മാറി തിരിച്ചെത്തിയതിൽ ആരാധകർ സന്തോഷത്തിലാണ്. IPL തുടങ്ങാൻ ഇനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തവണ രാജസ്ഥാൻ തകർത്തടിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.